ഒരു ജോബിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഡേ 1 മുതൽ ഞാൻ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ബാരിയർ അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ജർമ്മനിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓസ്ട്രിയ പഠിക്കുന്ന സ്റ്റുഡൻസ്. കാരണം അവിടെയൊക്കെ ജർമ്മൻ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഡിഫറെന്റ് നോൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലാത്ത മറ്റു ലാംഗ്വേജുകൾ പ്രിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ജോബിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും അവസാനമായി വർക്ക് ചെയ്തിട്ടുണ്ടായത് സ്വീഡിഷ് ഫേമിലായിരുന്നു. സ്റ്റോക്ക്ഹോമിലായിരുന്നു കമ്പനി. കിച്ചൻസ് ബൈ പോൾ, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. ഒരു ആർക്കിടെക്ട് ഫേം ആയിരുന്നു. ശരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ അവിടെ ഡിപ്ലോയ് ചെയ്യണം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു ലാംഗ്വേജസിന്റെ ബാരിയർ കൊണ്ട് എനിക്ക് നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യത്തെ കൺവേ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡയറക്ടർ അല്ലെങ്കിൽ എന്റെ റിപ്പോർട്ടിംഗ് മാനേജറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈവൻ ദോ ഇന്റർവ്യൂ പോലും എനിക്ക് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ക്രാക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അവിടെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേ 1 മുതൽ ഞാൻ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നന്നായി അപ്സ്കില്ല് ചെയ്തു. അതായിരുന്നു എനിക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റേണ്ട കാര്യം. കാരണം ഞാൻ ചോദിച്ചതിന് ശേഷം ഒത്തിരി പേര് അവിടെ ഫയറിയും ഹയറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ജർമ്മനിയിലോ ഏതെങ്കിലും രാജ്യത്ത് ഇന്ന് ഇംഗ്ലീഷ് അല്ലാത്ത, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുകയോ ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ കീപ് അപ്സ്കില്ലിങ്. നിങ്ങൾ ലാംഗ്വേജ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എപ്പോഴും അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കമ്പനിയിൽ സസ്റ്റൈനബിലിറ്റി കൂട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അത് കൂടാതെ തന്നെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കൂട്ടാനും വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന കാര്യമായിരിക്കും.